തൽബീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സജസ്റ്റ് ചെയ്ത ഫുഡാണ്. അതായത് ബാർലി അരി. ഇതിൻ്റെ പൗഡർ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. പൗഡർ വാങ്ങി നല്ലത് നമുക്ക് ഇതിൻ്റെ അരി വാങ്ങി വീട്ടിൽ നിന്ന് പൗഡർ ആക്കലായിരിക്കും. ഞാനിതിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. അത് 5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 5 വിസിൽ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം വേവുള്ളത് കൊണ്ട് നമുക്ക് 5 6 വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കണം. ഇനി അതിൽ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴം, കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ 2-3 ബദാം പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പ്. നമുക്ക് കയ്യിലുണ്ട് ചേർത്ത് കൊടുക്കുക. അതിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർക്കാതിരിക്കലാണ് നല്ലത്. പഞ്ചസാര ആകുമ്പോൾ അത് ഹെൽത്തി അല്ലല്ലോ. ഇപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പശുവിൻ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ 5 മിനിറ്റ് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ചെടുക്കുന്ന വീഡിയോൻ്റെ ഒന്ന് മിസ്സായി. നമുക്ക് നോമ്പൊക്കെയാണ് വരാൻ പോണത്. അത്താഴത്തിനൊക്കെ കഴിച്ചാൽ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത്താഴത്തിനൊക്കെ ഇത് മാത്രം മതി. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ശരീരത്തിന്, അതുപോലെ രോഗികൾക്ക് ഒരുപാട് വേദനകൾക്ക്, മനസ്സിന് സമാധാനത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അത്താഴത്തിനൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഞാൻ ഇതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് തേൻ.